മുഖമൊക്കെ വികൃതമായി കിടക്കാനും ആളെ തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ നിൽക്കുകയാണ്. മുഖം നമുക്ക് വല്ലാതെ പരിക്കാണ്. ഈ സാധാരണ ഈ അന്യസംസ്ഥാന തൊഴിലുകൾ നടത്തുന്ന തരത്തിലുള്ള കൊലപാതകമാണ്. അതൊരു ക്രൂരമായ കൊലപാതകം തന്നെ. കോടാലി ഉപയോഗിച്ചാണ് വെട്ടിയത്. കോടാലി അവിടെ ഇരിപ്പുണ്ട്. അമ്മിക്കല്ല് വീടിന്റെ സമയത്ത് അമ്മിക്കല്ല് വീടിന്റെ ഗേറ്റ് വാതിന്റെ വാതിക്കൽ CCTV കൊണ്ടുപോയി. CCTV ഡിസ്ക് എടുത്തു. വേറെ അകത്തുനിന്ന് നിലവിൽ ഇൻക്വസ്റ്റ് എപ്പം കഴിയുന്നില്ല. അല്ല, ഇൻക്വസ്റ്റ് നടത്താനായിട്ട് ഇപ്പം ഈ ഫോറൻസിക്കും ഡോസ് കാർഡും ഒക്കെ പറഞ്ഞു. ഇപ്പം SP വന്നിട്ടുണ്ട്. അത് കഴിയാതെ ഇൻക്വസ്റ്റ് നടത്താൻ പറ്റത്തില്ല. പോലീസ് ഉണ്ട്. അപ്പം പോലീസ് ഇപ്പം ആരെയും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അത് ഇങ്ങനെ ആൾക്കാർ പറയുന്നതാണ്. അവരെ ഒരു ആസാംകാരെ ഒരുത്തൻ ഇവിടെ ജോലിക്ക് നിന്നിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ഇവരുടെ മൊബൈൽ അവൻ മോഷ്ടിച്ചു. ആ മോഷ്ടിച്ചതിൻ്റെ പുറത്ത് ഇവനെ പറഞ്ഞു വിട്ടു ഒരു ദിവസം പകൽ ഇവിടെ വന്ന് ഈ ഗേറ്റ് ചാടിക്കടന്ന് വിഷയം ഉണ്ടാക്കി. ആ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അത് അങ്ങനെ കിടക്കുന്നു. അത് കൂടാതെ വേറൊരു കേസ് കിട്ടവരുടെ വീട്ടുകാർ പറയുന്നുണ്ട്. ഈ പുള്ളിയുടെ മകൻ മരിച്ചായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ CBIക്ക് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രശ്നങ്ങളായിരുന്നു. അവസാനം CBIക്ക് കേസ് വിട്ടു. ഇപ്പോൾ അത് ലാസ്റ്റ് ലാപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉള്ള രീതി, അതിൻ്റെ അന്വേഷണ കാര്യങ്ങൾ CBIക്ക് കേസ് കൊടുക്കുന്നതിനെതിരെയുന്നവരാ അല്ല, ഈ വിജയകുമാർ അതിന് സപ്പോർട്ടായിരുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ നീക്കി ആ പുള്ളി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് ആൾക്കാരുടെ പറച്ചിലാണ്. നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല. അതെല്ലാം പോലീസിൻ്റെ ആ വശങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഏതായാലും ഒരു ക്രൂരമായ കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. കൊലപാതകം എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. മറ്റെന്തെങ്കിലും അകത്തെ സാഹചര്യം കണ്ടിട്ട് വേറെ എന്തെങ്കിലും അകത്തെ സാഹചര്യം കണ്ട ഈ അമ്മിക്കല്ല് താഴെ കിടപ്പുണ്ട്. പക്ഷേ ഡോറയിലൊരു പാടൊന്നുമില്ല. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു നിഗമനം എന്ന് പറയുന്നത്, പോലീസ് സംസാരിക്കുന്നതാണ്, ഈ വെളിയിൽ ബഹളം കേട്ടുകൊണ്ട് പുള്ളി അകത്തുനിന്ന് ഡോറ് തുറന്ന് കാണും. ഡോറ് തുറന്നപ്പം കൊലപാതകി തള്ളി കയറി കാണും. ഇവർ രണ്ട് മുറിയിലാണ് കിടക്കുന്നത്. പുള്ളി വിസിറ്റേഴ്സ് കയറി ചെല്ലുന്ന വാതിക്കലും പുള്ളിക്കാരത്തി ബെഡ്റൂമിലും. CCTV എവിടേക്കാണ്? അകത്താണുള്ള പുറത്തുണ്ടോ? CCTV അകത്തുണ്ട്, പുറത്തുണ്ട്. പട്ടിക്ക് എന്തെങ്കിലും കൊടുത്ത് മയക്കുന്ന സംശയമുണ്ടോ? പട്ടി ഇപ്പോഴും അനങ്ങുന്നില്ല. 2 പട്ടി ഉണ്ടായിരുന്നു. ഒരു പട്ടി മരിച്ചു. ഇപ്പോഴും അനങ്ങുന്നില്ല. ഈ മരിച്ചത് ഇന്നലെ അതിപ്പോൾ സമയം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ രാവിലെയാണ് നമ്മൾ അറിയുന്നത്. ഞാൻ രാവിലെ ഇവിടെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി ബസ് കയറാനായിട്ട് നിൽക്കുന്നു. ആ കുട്ടി കൈ കാണിച്ച് ഞാൻ നിർത്തിയപ്പോൾ എന്നോട് പറഞ്ഞപ്പോഴാണ്, ഞാൻ നേരത്തെ ഇവിടുത്തെ കൗൺസിലറാണ്, അപ്പോൾ അങ്ങനെ പറഞ്ഞാണ് അകത്ത് കയറുന്നത്. അത് കഴിഞ്ഞ് എന്തോ അത് പോലീസ് നമ്മളോടൊന്നും പറയുന്നില്ല. അവരെടുത്തുണ്ട്. CCTV കൊണ്ടുപോയിട്ടുണ്ട്. അതൊന്നും പറയുന്നത് നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ഈ അമിത് എന്ന് പറയുന്ന ആൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ആളാണ്. അയാൾ കഴിഞ്ഞ ദിവസം വന്ന് ബഹളം ഉണ്ടാക്കി. കുറേ ദിവസം മുമ്പ് ബഹളം ഉണ്ടാക്കി പോലീസ് പിടിച്ചുകൊണ്ട് പോയി റിമാൻഡ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ ദിവസം വീണ്ടും ഇറങ്ങി. എന്തിനാ വന്ന് ബഹളം ഉണ്ടാക്കി? അങ്ങനെ പുള്ളി പ്രശ്നം ഉണ്ടാക്കിയത് ഈ മൊബൈൽ മോഷ്ടിച്ചതിന് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു. മോഷണ ശ്രമം നടന്നിട്ടില്ല അല്ലേ? ഇല്ലില്ല. സ്വർണ്ണമൊക്കെ പുള്ളിക്കാരി സ്വർണ്ണമൊക്കെ എന്തോ ഇല്ലില്ല. മോഷണ ശ്രമം നടന്നില്ല. അല്ലല്ല, ഫ്രണ്ടിലത്തെ വാതിൽ കൂടിയൊക്കെ തന്നെ. അവിടെ ആ ഫ്രണ്ടിലത്തെ വാതിൽ മീരയുടെയും കൊലപാതകമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.